വന്നിട്ട് പറയുന്നു, വെളിയങ്കോട്ടുകാരനെ ഒരാൾ, ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരാം. മലയാളത്തിൽ ഖുത്ബ നടത്തിക്കോളൂ, റമദാന്റെ 11 റക്അത്ത് നിസ്കരിച്ചോളൂ, സ്ത്രീകൾക്കുള്ള സൗകര്യം, മൗലിദ് വേണ്ട, റാത്തീബ് വേണ്ട, ഒന്നും വേണ്ട, അതിനൊക്കെതിരെ നിങ്ങൾ പ്രസംഗിച്ചോളൂ. പക്ഷെ ഒറ്റ കാര്യം, വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് വന്ന് ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറുമ്പോ മുഅദ്ദിൻ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു വാളെടുത്ത് മൂപ്പരെ കൈ കൊടുക്കും. അത് വാങ്ങിയിട്ട് മൂപ്പര ആരെയും വെട്ടൊന്നും വേണ്ട, ആ വാള് വാങ്ങിയിട്ട് മിമ്പറിന്റെ മുകളിൽ മൂപ്പരവിടെ വെച്ചാൽ മതി. അത് മാത്രം ചെയ്യണം തന്നെ നമ്മൾ എന്താ പറയാ, കാക്ക നമുക്ക് ശരിയാവും. ഒരാള് വന്നിട്ട് പറയുന്നു, വെളിയങ്കോട്ടുകാരനെ ഒരാൾ, ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരാം. മലയാളത്തിൽ ഖുത്ബ നടത്തിക്കോളൂ, റമദാന്റെ 11 റക്അത്ത് നിസ്കരിച്ചോളൂ, സ്ത്രീകൾക്കുള്ള സൗകര്യം, മൗലിദ് വേണ്ട, റാത്തീബ് വേണ്ട, ഒന്നും വേണ്ട, അതിനൊക്കെതിരെ നിങ്ങൾ പ്രസംഗിച്ചോളൂ. പക്ഷെ ഒറ്റ കാര്യം, വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് വന്ന് ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറുമ്പോ മുഅദ്ദിൻ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു വാളെടുത്ത് മൂപ്പരെ കൈ കൊടുക്കും. അത് വാങ്ങിയിട്ട് മൂപ്പര ആരെയും വെട്ടൊന്നും വേണ്ട, ആ വാള് വാങ്ങിയിട്ട് മിമ്പറിന്റെ മുകളിൽ മൂപ്പരവിടെ വെച്ചാൽ മതി. അത് മാത്രം ചെയ്യണം തന്നെ നമ്മൾ എന്താ പറയാ, കാക്ക നമുക്ക് ശരിയാവും. ഞങ്ങൾക്ക് ശരിയാവില്ല, ബാക്കിയൊക്കെ റെഡി. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ആചാരം അത് നടത്തിയിട്ട് പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയുള്ളൂ. ഇനി അത് പറയാതെ പള്ളി ഉണ്ടാക്കി എന്ന് വിചാരിച്ചു. പള്ളി ഉണ്ടാക്കി നമ്മളോട് ഇയാള് വന്ന് പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് നമ്മൾ പറയൂ. ഹനീഫ കോയക്കോടി പറ്റൂല എന്ന് പറഞ്ഞ ആ സംഗതിയാണ് ഇപ്പോൾ അവിടെ അത് ഖത്തീബ് വാങ്ങി നേരെ മിമ്പർമ്മ കയറി ഹനീഫ കോയക്കോടി പറഞ്ഞതുപോലെ ആരും വെട്ടണില്ല, തല്ലണില്ല, നേരെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ വഹാബിസത്തിൻ്റെ ഉൽപ്പന്ന രാഷ്ട്രമെന്നും ആദ്യം ഉണ്ടായത് സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇത് ചെയ്യണതിന് യാതൊരു തെറ്റുമില്ല, വിരോധവുമില്ല. പിന്നെ എന്താണ് കേരള വഹാബികൾക്ക് ഇതിനോടുള്ള വിരോധം എന്നാണ് മനസ്സിലാകാത്തത്.